ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചപ്പാത്തി റോളാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തിയിൽ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് വൈകുന്നേരത്തേക്ക് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ്റെ പീസുകളാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂണാണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണ് ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിൻ്റെ ശേഷം അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ടി കേട്ടോ, മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കുന്നുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ചിക്കൻ്റെ പീസുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ചിക്കൻ ഇപ്പോൾ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ പാനിൽ നിന്ന് ഒരു പാത്രത്തേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. നല്ലോണം ചൂടാറിയതിൻ്റെ ശേഷം ചിക്കൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ്റെ പീസുകളൊക്കെ വേറൊരു പാത്രത്തേക്ക് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ക്യാരറ്റ് എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ക്യാബേജും അതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒരു ക്യാപ്സിക്കും ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു സവാളയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്തി മയണൈസാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. ഒരു പാക്കറ്റ് പാല് ഞാനിവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 2 ടേബിൾ സ്പൂണ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നാരങ്ങയുടെ നീരാണ് ഒഴിച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പാല് പിരിഞ്ഞ് വരുന്നത് കണ്ടില്ല. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിനി ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കേണ്ട കേട്ടോ. ചൂടാറിയതിൻ്റെ ശേഷം ഒരു അരിപ്പേ കൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളിയും ഒരു 6 കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ട് ഒന്ന് സോക്ക് ചെയ്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ആ പനീറിൻ്റെ വെള്ളമില്ലേ, ആ വെള്ളത്തിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3/4 ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പനീറില്ലേ, അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു ടീസ്പൂണ് ഒലീവ് ഓയിലും കൂടി ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കുറച്ച് ലൂസ് പോലെയൊക്കെ വേണ്ടത് വെച്ചാൽ ഒരു ടീസ്പൂണ് പാല് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് അടിക്കണേൽ. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ചപ്പാത്തി റോള് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിലേക്ക് ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി ഹെൽത്തി മയോണൈസില്ലേ, അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ടൊമാറ്റോ കെച്ചപ്പും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചില്ലേ, അത് ഓരോന്നായിട്ടും പിന്നെ കുറച്ച് ചിക്കൻ്റെ പീസുകളായിട്ടും ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാതും ഇതുപോലെ ഇട്ടതിൻ്റെ ശേഷം ചപ്പാത്തി ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ബട്ടർ പേപ്പറും ഇതേപോലെ ഒന്ന് എടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ 4 ചപ്പാത്തി ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹെൽത്തി ആയ ചപ്പാത്തി റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇതുപോലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണേ. നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായി കാണുന്ന കൂട്ടുകാരാച്ച ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബട്ടണിൽ ഓളൊന്ന് പ്രസ് ചെയ്യണേ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. താങ്ക്